ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ 5 സാധനങ്ങൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ കുറേ ദിവസമൊക്കെ ആയി ഞാൻ വീഡിയോ എടുത്തിട്ട്. സോറി കേട്ടോ, എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോയേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വീഡിയോ നന്നായിട്ട് എടുത്തോളൂ. ഓക്കെ, ഞാൻ പുതിയ സ്കൂളിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ സാധനങ്ങൾ വാങ്ങിച്ചത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോയ എൻ്റെ വീഡിയോ ഞാൻ ഹാൾ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ആദ്യം തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ബാഗാണ്. ബാഗില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു മീഡിയം സൈസ് ബാഗ് എങ്കിലും വാങ്ങിക്കണം. അല്ലെങ്കിൽ ചുമന്നുകൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. വേരെടുത്തോണ്ടിരിക്കണേ. ഓക്കെ, അപ്പോൾ എടുത്തോണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബാഗ് കാണിച്ചു തരാം. ഇതിന് ഞാൻ ഒരു സ്കൂൾ ഓഫറിന് പോയപ്പോൾ കിട്ടിയ ഒരു ബാഗാണ്. ഇതിന് 600 സംതിങ് രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ഫുൾ സെറ്റപ്പ് ഉണ്ട്. 1 2 3 4 5 കള്ളികളുണ്ട്. ഞാൻ കാണിച്ചു തരാം. 1, പിന്നെ ഇതൊരു കള്ളിയാണ്. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ 2 3 4 5ൻ്റെ അകത്ത് ഇതുപോലൊരു സെറ്റപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബാഗ് ഗൈസ് എൻ്റെ വെട്ടം ഇച്ചിരി പ്രോഗ്രസ്സിങ് അല്ല. ഇത് തന്നെ വെക്കാം, ക്ഷമിക്കണം. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ബാഗ് ഇരിക്കുന്നത്. ഇത് ഞാനാണെങ്കിൽ എൻ്റെ അമ്മയുടെ ആരോ കൊണ്ടുവന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇത് ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെൻ്റെ അമ്മ അയച്ചു തന്നതാണ്. ഇതൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ ഞാനിവിടെ ഒട്ടിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഒന്നും വിചാരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കാനാണ്. ഇങ്ങനത്തെ ഒരു ബുക്കാണ്. ഇത് കുവൈറ്റിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ ഇതാണ്. ഇത് തന്നെയാണ് നമ്മൾ 5ാമത്തെ കള്ളിയിൽ വെക്കാൻ പോണത്. നമ്മൾ ഫസ്റ്റ് കള്ളിയിൽ തന്നെ നമ്മൾ ഇതാക്കണം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഇതാണ് വെക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പോൾ ഇനി അടുത്തത് തന്നെ നമുക്ക് എന്തെങ്കിലും ഓർഗനൈസ് ചെയ്ത് വെക്കണം. നമുക്ക് അന്നത്തെ നോട്ട് അല്ലെങ്കിൽ ഹോംവർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൈകുന്നേരം വരും മറന്നു. അപ്പം നമുക്ക് അതിന് വേണ്ടി ഞാൻ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ സാധനങ്ങൾ. ഇത് ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് ഗ്രിഡ് നോട്ട്ബുക്ക് പോലെയാണ് കേട്ടോ. കാണിച്ചു ഗ്രിഡ് നോട്ട്ബുക്ക് പോലെയാണ്. ഇതെനിക്ക് തുറക്കാമോ എന്നറിയില്ല ഇവിടെ വെച്ചിട്ട്. പക്ഷെ ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല, എനിക്ക് പേടിയായതുകൊണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ നേരത്തെ വെച്ച സാധനത്തിലൂടെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ചൈനയിൽ നിന്ന് ഇത് ഞാൻ ഡെക്കറേറ്റ് സ്മാർട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ വെക്കുന്നുണ്ട്. ഇതൊരു ഗ്രിഡ് നോട്ട്ബുക്കാണ്. പിന്നെ നമ്മളായിട്ട് വെക്കുന്നത് ഈ ഒരു കുഞ്ഞി നോട്ട്ബുക്കാണ്. ഇത് നമുക്ക് അന്നത്തെ ഇങ്ങനെ ചുമ്മാ നമുക്ക് എഴുതാനൊക്കെ ആയിട്ടുള്ള ഒരു ഡയറി പോലത്തെ ഇത് കൂട്ടാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. ഇത് ഞാൻ ഡെക്കറേറ്റ് സ്മാർട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചാണ്. ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ആ കള്ളിയിൽ തന്നെയാണ് വെക്കുന്നത്. ചെറുതാണെങ്കിലും കുഴപ്പമില്ല നമുക്ക്. ഓക്കെ, പിന്നെ നമ്മൾ വെക്കാൻ പോകുന്നത്, ഇപ്പോൾ ഈ കള്ളിയിൽ ഇനി 2 സാധനങ്ങളെ വെക്കാനുള്ളൂ. ആ സാധനങ്ങളുടെ പേരൊക്കെ നമുക്ക്, അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഫയൽ കേട്ടിട്ടില്ലേ? ഓക്കെ, ഫയലാട്ടോ വെക്കുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയൽ വെക്കും. ഓക്കെ, ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫയലാണ്. അപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തത് കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നെയിം സ്ലിപ്പ് ഉണ്ട് കേട്ടോ. അതാണിത്. ഓക്കെ, പക്ഷേ ഞാനത് ഇപ്പോൾ എടുത്തിട്ടില്ല. ഞാൻ ഇത് കൂട്ടാട്ടോ എടുക്കുന്നത്. ഇങ്ങനത്തെയാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫയൽ അങ്ങോട്ട് വെക്കാം.
വെക്കാൻ ഇച്ചിരി പാടൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ആ കളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കളിയിലോട്ട് പോകണം. ഇതാണ് നമ്മുടെ മിഡിൽ കളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വെക്കേണ്ട സാധനങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഇതിനകത്താണ് നമ്മൾ ബുക്ക് സാധനങ്ങൾ വെക്കേണ്ടത്. അപ്പം നാളെ തന്നെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമുക്ക് അകത്ത് വേണ്ടത് ഒരു ബുക്ക് മാത്രമാണ്. ആ ബുക്ക് എന്ന് പറയണത് ഞാൻ ഈ ഒരു ബുക്കാട്ടോ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ന്യൂസൊക്കെ എഴുതിയിട്ടുള്ള ബുക്കാണ്. ന്യൂസൊക്കെ എഴുതിയിട്ടുള്ള ബുക്കാണ്. അപ്പം ഞാൻ ഈ ബുക്കാണ് നാളെ കൊണ്ടുവന്നത്. ഈ ബുക്കും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന ബുക്ക് വേറെ ഞാൻ ബുക്കൊന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു ബുക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഞാനൊരു ഉണ്ടാക്കിയ ബുക്കായിരുന്നു. അപ്പോൾ ഇതും കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഇത് എഴുതാലോ, പെണ്ണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതും കൂടെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബാഗൊക്കെ താഴെ വെച്ച് നമ്മൾ എൻ്റെ ബോക്സിൻ്റെ കാര്യം നോക്കാം. ഇതാട്ടോ എൻ്റെ ബോക്സ്. ഇതിനാണെങ്കിൽ 50-150 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ താഴത്തോട്ട് വെക്കാം, ഇതാണ് കാണാനോ. അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സായിട്ട് വരുന്നത്. നല്ല രസമുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ബ്ലൂ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ബാഗ് പിങ്ക് ആയത് ഒരു പെർപ്പിൾ കളർ ആയതുകൊണ്ട് ഞാൻ ഈ പിങ്ക് കളർ ബോക്സ് എടുത്തു. ഈ ബ്ലൂ വേണമെന്നുണ്ടായിരുന്നു, എൻ്റെ ഫെയർ കളർ ബ്ലൂ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതെടുത്തു ഇപ്പോൾ. അപ്പോൾ ഞാൻ ഈ കളർ ബോക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓർഗനൈസ് ചെയ്യണ്ടേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ 2 സെറ്റ് പേനകൾ വാങ്ങിച്ചു, ഒരു സെറ്റ് ഇങ്ങനത്തെ ഇത് കൂട്ടി വാങ്ങിച്ചു. പിന്നെ എൻ്റെ അപ്പായ എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച സാധനമാണ് നീഡോ എന്ന് പറയുന്ന സാധനം. ഇതിനങ്ങനെ സ്കുഷിയൊക്കെയാണ്, പക്ഷേ സ്ട്രെസ് കൈ വേനിക്കും എനിക്കത്. പക്ഷെ നന്നായിട്ട് ഇതിനാകെ ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു 150 രൂപ 200 രൂപ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, പിന്നെ ഞാൻ ഈ ചുമ്മാ ഒരു ക്യാൻഡിൽ വാങ്ങിച്ചാണ്. ഞാൻ പള്ളിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ. ഇതുണ്ട്, നല്ല രസമുണ്ട്. ഇനി ആകെ 20 രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു പേനും ഈ ഒരു റബ്ബർ സാധനങ്ങളുടെ ഒക്കെ പേര് പറയാം. ഈ ഒരു പെൻ, ദിസ് ഇറേസർ ആൻഡ് ദിസ് ഹൈലൈറ്റർ ആൻഡ് ദിസ് മെക്കാനിക്കൽ പെൻസിൽസ്. ഇറ്റ്സ് മിക്കി മൗസ്. ഓക്കെ, ആൻഡ് ദീസ് 2 പെൻസിൽസ്. ഇതിൻ്റെ പുറകിൽ ഈ ഇതിൻ്റെ പോലത്തെ സാധനമുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, റബ്ബർ പോലത്തെ. പിന്നെ ഈ ഒരു റബ്ബറും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് വർക്കായില്ലെങ്കിൽ ഇതും കൂടെ ഈ സാധാ റേസറും കൊണ്ട് എടുക്കാനായിട്ട്. ഇതിൻ്റെ 2 എണ്ണം വാങ്ങിച്ചായിരുന്നു ഞാൻ. പിന്നെ ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചായിരുന്നു. ഞാൻ തുറന്ന് കാണിച്ചു തരാം, ഞാൻ തുറന്നിട്ടില്ല. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു സാധനമാണ്. ടൈറ്റി അപ്പ് എന്ന് പറഞ്ഞാൽ അപ്സറയുടെ ഇതിൻ്റെ അകത്ത് ഷാർപ്നർ, പിന്നെ ഇതിൻ്റെ ഇവിടെ തുറന്നാൽ ഇറേസറും ഉണ്ട് കേട്ടോ. എനിക്കിത് കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് കൊള്ളത്തില്ല. അപ്പം നിങ്ങളിത് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഞാനാണെങ്കിൽ ഇത് കണ്ടിട്ട് തുറന്ന് നോക്കി. അപ്പോൾ ഇതാണെങ്കിൽ ഇത് കണ്ടു ഇങ്ങനെ ഇരിക്കും. ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ പൊങ്ങി ഇതിങ്ങനെ ഇരിക്കുമ്പോഴും ഇത് അടയുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അടയാനുള്ള കാശ് ഇവിടെ ഒരു സ്ഥലമെങ്കിലും ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് റേറ്റിങ് അല്ലെങ്കിൽ ഇനി കൊടുക്കാമെന്ന് എനിക്കൊരു കാര്യമുള്ളൂ. ഇത് ഇച്ചിരി കൂടെ കയറ്റി വെക്കുവാണെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. പക്ഷേ അവർ ഇതിങ്ങനെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പം നമ്മൾ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി എടുക്കരുത്. തുറന്ന് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് നോക്കിയാലാണ് കണ്ടുപിടിക്കുമ്പോൾ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ബാഗിലായിട്ട് ഇടുന്നത്. അപ്പോൾ
നമുക്ക് വെക്കാം. നിങ്ങൾക്ക് കാണാലോ. ഓക്കെ, ഈ ഒരു പെന്ന് നമ്മളിവിടെ വെക്കും. 2 പെൻസിൽ ഇങ്ങനെ 2 സൈഡായിട്ട് വെക്കും. ഈ ഒരു മെക്കാനിക്കൽ പെൻസിൽ ഇവിടെയും വെക്കും. പിന്നെ ഇത് ഈ ഒരു ഇറേസർ ഇവിടെയും. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഇവിടെ ആയിട്ട് ഇതും പിന്നെ ഈ ഒരു ഇത് കൂട്ടും. ഇത് വൈറ്റ്നറാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബോക്സിൽ വെക്കുന്നത്. ഓക്കെ, നമുക്ക് ബാഗ് എടുക്കാം. ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ബുക്കിൽ ഇതേ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് എടുത്ത് അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡേയിൽ ഇതൊക്കെ കൊണ്ടുപോകണമെന്നാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാത്തിരിക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് ഈ വീഡിയോ തുടങ്ങിയേക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. പിന്നെ ഷെയർ ബട്ടണും ചെയ്യണം കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, നമുക്ക് വീഡിയോയിലിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നടുക്കത്തെ കള്ളിയിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ തേർഡ് കള്ളിയിൽ എന്തൊക്കെ ആക്കണം എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ചോറ്റുപാത്രം വെച്ചിരുന്നു, ബ്ലൂ കളർ മറ്റേ കളർ. ആൻഡ് ഇറ്റ് ഈസ് ക്യാപിബാറ ക്യൂബിയർ. ഓക്കെ, ഇത് തുറന്ന് നോക്കാം. പിന്നെ സ്പൂണുണ്ട്. സ്പൂൺ ഞാൻ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇത് കൂട്ട് ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. ഇതിനകത്ത് ഫുഡ് എടുത്താണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ സ്നാക്സ് ബോക്സ് ഉണ്ട്, ബ്ലൂ കളർ. പിന്നെ ഞാൻ വാട്ടർ ബോട്ടിൽ അവിടെ വെച്ചു ഗൈസ്. അതുകൊണ്ട് അത് എടുത്തുകൊണ്ട് വരുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ എടുക്കാനുള്ള ഞാൻ പിന്നെ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട്. ഈ ക്ലോത്തിൻ്റെ ഇടയിൽ ഇതിങ്ങനെ മൂടണം. അപ്പോൾ ഞാൻ ഇപ്പം മൂടില്ല, എനിക്ക് നാളെ ചോറ് കൊണ്ടാനുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ മൂടിയിട്ട് ഇതിനകത്തിട്ട് കയറ്റിക്കണം. പിന്നെ ഇതിനകത്ത് സ്നാക്സ് ഉണ്ടെങ്കിൽ ഡിസൈൻ ചെയ്താട്ടോ. ഇതിങ്ങനെ കയറ്റിക്കണം. പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിൽ വാട്ടർ എടുക്കണം. ഓക്കെ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കളി ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ കളിയിൽ ഏതൊക്കെ ഇടേണ്ടതെന്ന്. ഈ കളിയിൽ അപ്പോൾ ഞാൻ അന്ന് പോയപ്പോൾ ഈ ബാഗ് വാങ്ങിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചത് ഈ ഒരു ടിഷ്യൂ പോലെ ഇരിക്കുന്ന വെഡ് വൈപ്പാണ്. ഇത് ജാപ്പനീസ് ചെറിയുടെ ഒരു ഇത് കൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങോട്ട് ഇടാം. ഓക്കെ, പിന്നെ ഈ ഞാൻ ഡൈക്കർ സ്മാർട്ടിൽ പോയിട്ട് ഇങ്ങനത്തെ ബെഡ് വൈപ്പ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ടാം. ഓക്കെ, പിന്നെ ഞാൻ ഇങ്ങനത്തെ വീണ്ടും ഡൈക്കർ സ്മാർട്ടിൽ പോയപ്പോൾ ഇങ്ങനത്തെ ഇത് കൂട്ട് വാങ്ങിച്ചായിരുന്നു. ഇത് ഒട്ടിക്കൂല കേട്ടോ, ഇത് ചുമ്മാ ഇനി ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചു. ഇതെന്താ സ്റ്റിക്കി നോട്ടാണ്, നല്ല രസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പിന്നെ നമുക്കിരിക്കുന്നത് ഈ ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ലിപ്സ്റ്റിക്ക്. ഇതാണ് ഞാൻ ഇടുന്നത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്കിട്ടത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് വരും. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇങ്ങനെ ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ. ഒരു ഷെയ്ഡ് ഇങ്ങനത്തെ ഒരു ഷെയ്ഡായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡ് അറിയാമെങ്കിൽ ഇതിങ്ങനെ വാങ്ങിക്കണം. ഇൻസൈറ്റിൻ്റെ ഈ 40 രൂപയുടെ കുഞ്ഞു ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് വാങ്ങിക്കണം. കുറച്ച് നേരത്തേക്ക് ലൈറ്റ് ഓഫ് ചെയ്യാണ്. ചൂടെടുത്തിട്ട് വയ്യ കേട്ടോ ഇനി.
ഓക്കെ ഗൈസ്, ഇപ്പോഴല്ല നല്ല രസമുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഓക്കെ, പക്ഷെ എൻ്റെ കണ്ണിലോട്ടടിക്കണത് അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഇടുന്നത്. ഈ ലിപ്സ്റ്റിക് കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ലാസ്റ്റ് കളിയിലിടാൻ പോകുന്നത്, ഇത് ഞാൻ പറഞ്ഞില്ല ആദ്യം, നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ സാധനങ്ങളും ഇതൊക്കെ ഞാൻ ഇതിനകത്തായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ബട്ടണിൽ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.